ഹലോ എവ്രി വൺ. അപ്പോൾ ഇന്ന് നമ്മൾ നിൽക്കുന്നത് ദക്കിറത്ത് സ്കൂളിൻ്റെ വരാന്തയിലാണ്. അപ്പോൾ ഇവിടെ ഇന്ന് നടക്കുന്ന പ്രോഗ്രാം എന്ന് പറയുന്നത് എക്സിബിഷനാണ്. വളരെ മനോഹരമായിട്ടുള്ള ഒരുപാട് കാഴ്ചകൾ ഇവിടെ നമുക്ക് ദക്കിറത്ത് സ്കൂളിൻ്റെ വക ഒരുക്കിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും അതൊന്ന് പോയി കണ്ടുവരാം. ഇപ്പോൾ നമ്മളുള്ളത് ദക്കിറത്ത് സ്കൂളിൻ്റെ ആൻറ്റിക് ഗാലറിയിലാണ്. പഴയ കാലത്ത് നമ്മൾ ടി വിയിലൊക്കെ മാത്രമേ ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഈ ഫോൺ കണ്ടിട്ടുള്ളൂ. പക്ഷേ ഇത് നമ്മൾ നേരിട്ട് കാണുകയാണ്. ഇത് ഇപ്പോഴത്തെ കാലത്തെ കുട്ടികൾ ഇത് നമ്മൾ നേരിട്ടൊന്നും കണ്ടിട്ടുണ്ടാവില്ല, ടി വിയിൽ മാത്രമായിട്ട് കണ്ടിട്ടുണ്ടാവുന്ന ഒരു കാര്യമാണിത്. ഇത് പഴയകാല ടാപ്പ് റെക്കോർഡാണ്. സെയിം ആണ് സംഭവം, ടാപ്പ് റെക്കോർഡ് തന്നെയാണ് ഇതും. അരി ശേഖരിക്കാൻ വേണ്ടിയിട്ട് പണ്ടത്തെ കാലത്ത് ഉപയോഗിച്ചിരുന്ന ഒരു സംഭവമാണ്. പറ എന്നാണ് ഇതിൻ്റെ പേര്. നമ്മൾ ചെറുപ്പത്തിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. നെല്ലളക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. പണ്ടത്തെ കാലത്ത് നെല്ല് അളക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു പാത്രമാണ്. മാവ് കുഴക്കാൻ വേണ്ടിയിട്ട് പണ്ടത്തെ കാലത്ത് ഉപയോഗിച്ചിരുന്ന പാത്രമാണിത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ഒറ്റ മരം കൊണ്ടാണ് ഈ പാത്രം നിർമ്മിച്ചിരിക്കുന്നത്. മുറുക്കുണ്ടാക്കാൻ വേണ്ടിയിട്ട് പണ്ടത്തെ കാലത്ത് അവർ ഉപയോഗിച്ചിരുന്ന ഒരു പാത്രമാണിത്. ഇതിൻ്റെ ഉള്ളിൽ മാവിട്ടിട്ട് ഇങ്ങനെ പ്രസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് മുറുക്കായിട്ട് വരും. ചക്ലി, നമ്മുടെ നാട്ടിൽ ഇതിനെ ചക്ലി എന്നും വിളിക്കും. ഇതും പാത്രം തന്നെയാണ്. മാവ് അതുപോലെ അവർ പാത്രത്തിന് പകരമായിട്ട് അന്നത്തെ കാലത്ത് ഉപയോഗിച്ചിരുന്ന സംഭവമാണിത്. ഇപ്പോഴത്തെ കാലത്ത് ട്രേയിന് പകരമായിട്ട് പണ്ട് ഉപയോഗിച്ചിരുന്ന ട്രേ ആണിത്. ഇത് മരം കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. നമ്മുടെ ഗസ്റ്റൊക്കെ വരുമ്പോൾ നമ്മൾ ജ്യൂസൊക്കെ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ട്രേ ആണിത്. വലിയ പാത്രത്തിൽ നിന്ന് നമ്മൾ കറിയൊക്കെ കോരാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു പാത്രമാണിത്. നമ്മളിപ്പോൾ കയ്യിലൊക്കെ ഉപയോഗിക്കുന്നില്ല, അതിന് പകരമാണിത്. അതിന് പകരം ഇതൊക്കെ സെയിം ആണ്, പക്ഷേ അതിന് സൈസ് ഡിഫറെൻ്റ് ആണ്, ഷേപ്പും ഡിഫറെൻ്റ് ആണ്. ശഗ്ലി മുഗ്ലിയാണിത്. ഇത് പണ്ടത്തെ കാലത്ത് കളിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു സാധനമാണ്. പണ്ട് മഞ്ചാടി കുരുവാണ് ഇതിന് പകരമായിട്ട് ഉപയോഗിച്ചിരുന്നത്. ഇത് ചെല്ലപ്പെട്ടിയാണ്. ഇത് പണം ശേഖരിക്കാൻ വേണ്ടിയിട്ട് വെറ്റിലടക്ക അതുപോലെ പണം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ശേഖരിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു പാത്രമാണിത്. നമ്മളിത് ഇപ്പോൾ പണ്ടാരപ്പെട്ടി എന്നൊക്കെ ഇതിനെ വിളിക്കും. പപ്പട പലകയാണിത്. നമ്മൾ പപ്പടം പരത്താൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്ന പലകയാണിത്. ഇപ്പോഴത്തെ കാലത്തൊക്കെ പപ്പടം വാങ്ങാൻ വേണ്ടി കിട്ടും, അതുകൊണ്ട് ആരും പപ്പടമൊന്നും വീട്ടിൽ ഉണ്ടാക്കാറേ ഇല്ല.
പപ്പടക്കോലാണിത്. പപ്പടം പരത്താൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന കോലാണിത്. സെയിമാണ്, പപ്പടപ്പലക തന്നെയാണിത്. അച്ചാർ ശേഖരിക്കാൻ വേണ്ടിയിട്ടൊക്കെ പണ്ടത്തെ കാലത്ത് ഉപയോഗിച്ചിരുന്ന ഒരു ഭരണിയാണിത്. ഇതും ഭരണി തന്നെയാണ്. ഇത് ഇപ്പോഴത്തെ കാലത്ത് കടകളിലൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കിട്ടും. ഇത് ഭസ്മത്തട്ടാണ്. ഹിന്ദു റിലീജിയനിൽ ഭസ്മം തൊടാൻ വേണ്ടിയിട്ട് അവർ ഭസ്മം ശേഖരിക്കുന്നതിനായിട്ട് വീടിൻ്റെ മുമ്പിലൊക്കെ തൂക്കി വെച്ചിരിക്കുന്ന ഒരു പാത്രമാണിത്. ഭസ്മം തൊടാൻ വേണ്ടിയിട്ടാണ് അവരിത് ഉപയോഗിക്കുന്നത്. ഇത് ബഫലോ ഹോണാണ്. ഇത് നമ്മൾ ഡെക്കറേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ പണ്ടത്തെ കാലത്തെ യുദ്ധത്തിൽ നമ്മൾ ശബ്ദം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇത് ഉപയോഗിക്കുന്നു എന്ന് പറയാറുണ്ട്. ഇതുപോലെ ആദ്യകാലത്ത് നമ്മൾ ഭക്ഷണമൊക്കെ വിളമ്പാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്ന സ്പൂണാണിത്. ഇതും അതുപോലെ തന്നെ ഒരുപാട് സൈസുകളിലുള്ള സ്പൂണാണ്. ഇത് അച്ചാറൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്ന ചെറിയ സ്പൂണാണ്. ഇത് മന്താണ്. തൈരൊക്കെ കടയാൻ വേണ്ടിയിട്ട് പണ്ടത്തെ പൂർവികരൊക്കെ ഉപയോഗിച്ചിരുന്ന ഒരു സാധനമാണ്. ഇത് പാലൊക്കെ ഇട്ടിട്ട് തൈരുണ്ടാക്കുന്ന ഒരു പ്രോസസ്സിലുള്ള സംഭവമാണ്. അമ്മിക്കല്ല്, എല്ലാം അമ്മിക്കല്ല. മുത്താറിക്കല്ല് അരി പൊടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചു. വാൽക്കിണ്ടിയാണിത്. അതുപോലെ ചെമ്പുകുടം, പറഞ്ഞു സ്റ്റവ്. അരി അളക്കാൻ വേണ്ടിയിട്ട് പണ്ടത്തെ പൂർവികർ ഉപയോഗിച്ചിരുന്ന ഒരു അളവ് പാത്രമാണ് ഷേർ എന്നാണ് ഇതിൻ്റെ പേര്. അടക്കാത്തോട്ടത്തിലേക്ക് മരുന്നടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു യന്ത്രമാണിത്. മരുന്നടിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. ചരക പറ തന്നെയാണ്, പക്ഷേ വലിയ സൈസാണ്. ഇത് പറ തന്നെയാണ്, പക്ഷെ അതിൻ്റെ വലിയൊരു സൈസാണ്. ഇത് നിർമ്മിച്ചിട്ടുള്ളത് ചൂരൽ കൊണ്ടാണ്. ഇത് തൊപ്പിപ്പാറ. ഇത് തൊപ്പിപ്പാറ. ഇത് തലയിലൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിരുന്ന ഒരു സംഭവമാണ്. പാടത്ത് കൃഷി ചെയ്യുന്നവരാണ് ഇത് ഉപയോഗിക്കാറുള്ളത്. ഇതിൻ്റെ പേര് ഓലങ്ക എന്നാണ്. ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് കാലൊക്കെ കഴുകാൻ വേണ്ടിയിട്ട്, വെള്ളം കോരി കാല് കഴുകാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണിത്. ഇത് മുറ ആണ്. ഇത് അരിയൊക്കെ ചേരാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. തളങ്കരയിലുണ്ടായ ഇസ്ലാമിയ ടൈൽസ് ആണ്. ഓട് മേയാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു സാധനമാണ്. അതിൻ്റെ ചെറിയ രൂപമാണിത്. ഇത് 80 വർഷങ്ങൾക്ക് മുൻപ് യൂസ് ആക്കിയിട്ട് ഇപ്പോഴത്തെ അരപ്പട്ടയാണ്. ബെൽറ്റിനൊക്കെ പകരമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണിത്. ലേഡീസാ മെൻസാ? ഇത് ആർക്കും ഉപയോഗിക്കാൻ പറ്റും. പ്രത്യേകിച്ച് ഇത് പറ തന്നെയാണ് കേട്ടോ. പറയുടെ വേറൊരു മോഡലാണ്. ഇത് ഗ്രാമഫോണാണ്. പണ്ടത്തെ കാലത്ത് പാട്ടൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്നതാണ്. ഇപ്പോൾ വളരെ അപൂർവമായിട്ട് കണ്ടുവരുന്ന ഒരു സാധനമാണിത്. ഇത് ഗ്രാമഫോണിൻ്റെ വേറൊരു മോഡലാണ്. പ്ലേ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സാധനമാണിത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇതിൻ്റെ പേര് ഏത്താങ്കൊട്ട എന്നാണ്. പണ്ടത്തെ കാലത്ത് കിണറ്റിൽ നിന്നും വയലിൽ നിന്നുമൊക്കെ വെള്ളം എടുത്തിട്ട് കർഷകർ പാടത്തേക്ക് വെള്ളമൊക്കെ ഒഴിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു യന്ത്രമാണിത്. ഇത് ഇപ്പോൾ വളരെ അപൂർവമായിട്ട് കണ്ടുവരുന്ന ഒരു കാര്യമാണ്. ഇത് നുകമാണ്. കാളകളെ പൂട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു സാധനമാണിത്. കോളാമ്പി മൈക്ക്. ഇത് കോളാമ്പി മൈക്കാണ്. നമ്മൾ ഇതുവരെ കണ്ടത് ആൻറ്റിക് ഗാലറിയിലെ കാഴ്ചകളാണ്. വളരെ മനോഹരമായിട്ടുള്ള ആൻറ്റിക് ശേഖരങ്ങൾ തന്നെയാണ് ദക്കീറത്ത് സ്കൂൾ നമുക്കായിട്ട് ഒരുക്കിയിട്ടുള്ളത്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ലാംഗ്വേജ് ഗാലറിയിൽ ആന്റണി. Model, ancient, strong wheel, clothing, flower. This is a wheel of opposite words. Okay, thank you. അത് പാർട്സ് ഓഫ് സ്പീച്ച്. പാർട്സ് ഓഫ് സ്പീച്ച് നമ്മൾ കോൺവെർസേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതിൻ്റെ പല വിധത്തിലുള്ള പാർട്സ് ആണിത്.
സെയിം അല്ലാടുള്ള ഇൻക്രീസ് ഡിക്രീസ് quite loud start finish. So this is irregular verbs, present, past and past participles. So if we turn like this, to get this, have, had. V1, V2, V3 forms. Yeah, V1, V2, 3. Tear, tore, torn, like that. And this is magic words, which is used to be using these words daily life, right? Sorry, please, excuse me, thank you. Like that we are using that in daily life. Training bad, mad, bad, sad, Good. cat, man, pan, tap, map, gap. These are rhyming words. നന്നായിട്ടുണ്ടായിരുന്നു. ഗെയിം സെക്ഷൻ ആണ്. ഈ വോയിസിലുള്ള ഐഡന്റിഫൈ We were denied democracy, sir. We had to snatch it, seize it from you. With the greatest reluctance, it was conceded in India's case after 150 years of British rule, and that too with limited franchise. You can, it's a bit rich to oppress, enslave, kill. I scored runs. Let the rest of the world talk about it. I think about the next game. And Sachin. that, right from my school days, became an പിന്നെ നന്നായി ഇത് വായിക്കേണ്ടതാണ്. വേർഡ്സ് द्रौपदी मुर्मू, बंकिम चंद्र चटर्जी, लाल लाजपत राय, रवींद्रनाथ टैगोर, पिनाराई विजयन, लता मंगेशकर, जवाहरलाल नेहरू. Scientist, outstretched, intelligence, environment. അറബിക്ക് ലെറ്റേഴ്സ് വെച്ചിട്ടുണ്ടാക്കിയ കാലിഗ്രാഫിയാണ്. വളരെ മനോഹരമായിട്ടുള്ള കാലിഗ്രാഫീസ് ആണ്. കഅബ ഷെരീഫിൻ്റെ മോഡലാണ് ഇതൊക്കെ. ഇത് വലിയ മോഡൽ കാലിഗ്രാഫീസ് ആണ്. ഹാർട്ടിൻ്റെ ഷേപ്പിൽ നമ്മൾ എഴുതിയിട്ടുള്ള കാലിഗ്രാഫിയാണിത്. ഉബൈദ് സാഹിബിൻ്റെ കൃതികളിൽ ഒന്നാണിത്. നമ്മുടെ സ്കൂളിൻ്റെ സെക്രട്ടറി ഉത്തരദേശം ഷാഫി സാറിൻ്റെ ഒരു കളക്ഷനിൽ നിന്നും നമുക്ക് സ്കൂളിലേക്ക് വേണ്ടിയിട്ട് തന്നിട്ടുള്ള ഒരു സാധനമാണിത്. നമ്മുടെ പഴയ കാലത്തെ ഒരുപാട് ഫോട്ടോ കളക്ഷൻസ് ആണിത്. രക്ഷിതാക്കളുടെ ഭാഗത്ത് നിന്ന് നമുക്ക് നല്ല സപ്പോർട്ട് തന്നെയാണ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ക്രൗഡും ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങളൊന്നും നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. പറ്റുന്ന വിധത്തിൽ നമ്മളെല്ലാം നല്ല പോലെ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട്. അമ്മമാരൊക്കെ നല്ല സപ്പോർട്ടാണ്, നല്ല ക്രൗഡൊക്കെ ഉണ്ട്. ഇനി നമ്മൾ അടുത്തതായിട്ട് പോകാൻ പോകുന്നത് സയൻസ് ഗാലറിയിലേക്കാണ്. നല്ല ക്രൗഡാണ്, നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. നല്ല സപ്പോർട്ടാണ് പേരൻസിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് കിട്ടുന്നുള്ളത്. ഓംസ്ലോ. ദിസ് ഇസ് ബാറ്ററി എലിമിനേറ്റർ. ഇത് ഡയറക്റ്റ് ഇത് അമ്മീറ്ററിലേക്ക് പോകും. അമ്മീറ്ററിലെ സെയിം റേഷ്യോയിൽ തന്നെ വോൾട്ട് മീറ്ററിലും കാണിക്കും. ഇത് റിയോസ്റ്റാറ്റ് ഫോർ മെയിൻ്റെനൻസ്. പൊട്ടാസ്യം പെർമാഗ്നറ്റ് എന്നൊരു പൗഡർ എടുത്തിട്ടുണ്ട്. അതൊരു ഡാർക്ക് വയലറ്റ് പോലത്തെ കളറാണ്. ഇത് ചൂടാകുമ്പോൾ ഇങ്ങനത്തെ പോലത്തെ ഒരു ഡാർക്ക് ബ്ലാക്ക് കളറാവും. ഇവിടെ ഞാൻ ചെറുങ്ങനെ കത്തുന്നുള്ള ഊതുപത്തി ഇവിടെ വെക്കുമ്പോൾ കുറച്ചും കൂടി ആളിക്കത്തും. അതെന്തെന്ന് വെച്ചാൽ ഈ പൊട്ടാസ്യം പെർമാഗ്നറ്റ് ചൂടാകുമ്പോൾ ഓക്സിജൻ എന്ന ഗ്യാസ് റിലീസ് ചെയ്യും. നമുക്ക് എല്ലാവർക്കും അറിയാം എന്താ ഓക്സിജൻ എന്ന ഗ്യാസ്
ഓക്സിജൻ എന്ന ഗ്യാസ് കത്താനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഗ്യാസാണ്. അതുകൊണ്ടാണ് ഇവിടെ ചെറുങ്ങനെ കത്തിക്കൊണ്ടുണ്ടായ ഊതുവത്തി ഇവിടെ വെക്കുമ്പോൾ കുറച്ചും കൂടി ആളിക്കത്തും. ലിറ്റ്മസ് ടെസ്റ്റാണ് ഇത്. ആസിഡ് ഓർ ആൽക്കലിൻ ടെസ്റ്റ് ആണെന്നാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇത് റെഡ് ലിറ്റ്മസ് പേപ്പർ. ഇത് ഇതിലേക്ക് ഡിപ്പാക്കുമ്പോൾ ഇത് കളർ ചേഞ്ച് ആവുന്നില്ല. അപ്പോൾ ഇത് ആസിഡ്. പക്ഷേ ഇത് ഇതിലേക്ക് ഡിപ്പാക്കുമ്പോൾ ഇത് ബ്ലൂ കളറാണ്. അപ്പോൾ ഇത് ആൽക്കലിൻ. ഒരു ലിക്വിഡ് കിട്ടിയാൽ അത് ആസിഡ് ആണോ ആൽക്കലി ആണോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രോസസ്സാണിത്. സൗണ്ട് വേവ്സ് ആയിട്ട് പോവും. നമ്മൾ ട്യൂണിങ് വേവ്സ് ആണിത്. നമ്മൾ ഇത് മുട്ടി കഴിഞ്ഞിട്ട് വെള്ളത്തിലേക്ക് ടച്ച് ചെയ്യുമ്പോൾ വെള്ളം വൈബ്രേറ്റ് ആവും. അപ്പോൾ ആ വെള്ളത്തിൻ്റെ സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റും. കളർ വേരിയസ് കളർ കൊണ്ട് ഉണ്ടാക്കിയെന്നുള്ളതിന് ഒരു തെളിവായിട്ടാണ് ഈ എക്സ്പെരിമെൻ്റ് ഉള്ളത്. ഇതിൻ്റെ പേരാണ് ക്രോമാറ്റോഗ്രാഫി എന്നുള്ളത്. ഇത് ഈ ബ്ലാക്ക് കളർ ഫിൽറ്റർ പേപ്പറിൽ വരച്ചിട്ട് ഇതിലിങ്ങനെ ഡിപ്പാക്കി കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ നമ്മളിങ്ങനെ നോക്കുമ്പോൾ കുറേ കളേഴ്സ് ആയിട്ട് നമുക്കിവിടെ കാണാൻ പറ്റും. അതാണ് ഉള്ളത്. ഇത് നമ്മൾ ലാബിലൊക്കെ ബ്ലഡിൽ കെമിക്കൽ പോയിസണസ് ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഇതാക്കാനും വേണ്ടി അറിയാനും വേണ്ടിയിട്ടാണ് ഈ എക്സ്പെരിമെൻറ്റ് യൂസ് ആക്കുന്നത്. ഇത് സിങ്ക്, ഇത് കോപ്പർ. സിങ്കും കോപ്പർ മെറ്റലാണ്. ലെമണിൽ ആസിഡ് ഉണ്ട്, സിട്രിക് ആസിഡ് കണ്ടെയ്ൻ ആകുന്നുണ്ട്. അപ്പോൾ സിങ്കും കോപ്പർ മെറ്റലും ആസിഡായിട്ട് അത് റിയാക്ട് ആകുമ്പോൾ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ആവും. ഹൈഡ്രോക്ലോറിക് ആസിഡ്, ഇത് സിങ്ക്. ആസിഡും മെറ്റലും റിയാക്ട് ആകുമ്പോൾ ഹൈഡ്രജൻ ഗ്യാസ് ഫോം ആവും. ഇത് ഇപ്പോൾ ഹൈഡ്രജൻ ഗ്യാസ്, ഇവിടെ സിങ്ക് ആഡ് ആയെങ്കിൽ ഹൈഡ്രജൻ ഗ്യാസ് റിയാക്ട് ആയിട്ട് ഹൈഡ്രജൻ ഗ്യാസ് ഫോം ആവും. ഇത് ബലൂൺ കവറാക്കിയാൽ ഇത് ഇങ്ങനെ ഹൈഡ്രജൻ ബലൂണ് ഉണ്ടാക്കാൻ കഴിയും. ഇത് ഫില്ലാവും. ഈ സൈഡ് ഇങ്ങനെ ഒരു മിററും ഈ സൈഡ് ഇങ്ങനെ വേറെ മിറർ ഉണ്ട്. അപ്പോൾ നമുക്ക് റിഫ്ലക്റ്റ് ആയിട്ട് ഇങ്ങനെ ആയിട്ട് കാണുന്നത്. നമുക്ക് അങ്ങനെയാണ് ഇത് വർക്ക് ആകുന്നത്. 3 സൈഡിലും മിറർ വെച്ചതുകൊണ്ട് നമുക്ക് കുറേ ഉള്ളത് പോലെ കാണുന്നത് ഈ സാധനം. പിന്നെ അതിൻ്റെ ഉള്ളിൽ കുറച്ച് ബോൾസ് ഇങ്ങനെ ഡെക്കറേറ്റ് ആക്കി വെക്കുന്നത് അത് നോക്കാൻ കഴിയും. It is a Pascal's law. When the force is applied here, the same force is experienced here. ലെൻസിലുള്ള വെള്ളം പുറത്ത് വരാനായി ഉപയോഗിക്കും. ഇതിൻ്റെ ഉള്ളിലല്ല കാറ്റിലാലോ ഞാൻ ഊതുന്ന അതിനാ കാറ്റില ഊകയല്ലേ. ഞാൻ പറയാം ഊതിയല്ലോ ബുക്ക് ഇങ്ങനെ നിന്നല്ലോ. ബുക്കനോടില്ല കാറ്റ് പുറത്തിടാനല്ലേ. ആ വിടല്ലേ പുറത്ത് പോകൂ. കണ്ട പോയി. വാക്യൂം ക്ലീനർ ഇതിപ്പോൾ ഇതിനുള്ളിൽ അകത്തൊന്നും ഒരു എയർ ഇല്ല. ഇപ്പോൾ പുറത്തെടുക്കുന്ന എയറിനെ ഇത് അകത്തേക്ക് വലിച്ചെടുക്കും. നമ്മൾ ഈ മോട്ടർ ഈ ബാറ്ററിൻ്റെ മോട്ടറിലെ കണക്റ്റ് ആക്കുമ്പോൾ ഈ ഫാനുള്ളിലേക്ക് അകത്തേക്ക് വലിച്ചെടുക്കും. ആ നോക്കൂ. അല്ല 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 ഇത് വലിക്കുന്നുണ്ട്. വാക്യൂം ക്ലീനർ മോഡൽ അല്ലേ? ഗ്ലോബൽ വാർമിംഗ്, അതിൻ്റെ റിസൾട്ട്സ് ഡീഫോറസ്റ്റേഷൻ, പിന്നെ നമ്മൾ വെഹിക്കിൾസിൽ നിന്ന് വരുന്ന സ്മോക്സ്, അത് കാർബൺ മോണോക്സൈഡിലാണ് ഗ്ലോബൽ വാർമിങ്ങിൻ്റെ റീസൺ. അപ്പോൾ അത് നമുക്ക് തന്നെയാണ് എഫക്റ്റ് ചെയ്യുന്നത്. കാരണം നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. അപ്പോൾ അത് സ്റ്റോപ്പ് ചെയ്യണം. ആ സ്റ്റോപ്പ് ചെയ്യാനുള്ള കുറച്ച് വേസാണ് ഇത്. ചേഞ്ച് ലൈറ്റ്, പണ്ടത്തെ ലൈറ്റ്സ് എല്ലാം ഇതാക്കുക, കൂടുതൽ ചെടി നടുക, ഇലക്ട്രിക് ഡിവൈസസ് കുറയ്ക്കുക, പിന്നെ നമ്മൾ റീസൈക്കിൾ 5R റൂൾ അത് ഫോളോ ചെയ്യാം. ഇത് മഴവെള്ള സംഭരണിയാണ്. എപ്പോഴും നമ്മുടെ വീട്ടിൽ മഴ പെയ്ത് വെള്ളം വേസ്റ്റായി പോകുന്നേക്കാളും ഇങ്ങനെ ഒന്ന് ചെയ്താൽ നമുക്ക് വെള്ളം സേവ് ആക്കാൻ പറ്റും. വീടിൻ്റെ മുകളിൽ ടെറസിൽ ഇങ്ങനത്തെ ഒരു കാര്യം വെച്ചാൽ മഴ പെയ്യുമ്പോൾ ഇതിൽ വെള്ളം സേവ് ആയിട്ട് ഈ വെള്ളം ഈ ഫിൽട്രേഷൻ ടാങ്കിൽ പോകും. ഫിൽട്രേഷൻ ടാങ്കിൽ നിന്ന് വെള്ളം ഫിൽട്ടറായിട്ട് കിണറിലേക്ക് എത്തിയിട്ട് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാനുള്ള വെള്ളത്തിൽ നിന്ന് കുറച്ചെങ്കിലും നമുക്ക് സേവായി കിട്ടും. മണ്ണില്ലാതെ കൃഷി ചെയ്യുന്ന മെത്തേഡാണ് ഹൈഡ്രോപോണിക്സ്. നമ്മൾ ഇതിപ്പോൾ പ്ലാന്റ്സിന് ന്യൂട്രിയൻസ് ആവശ്യമാണ്. അപ്പോൾ നമ്മൾ ഈ വാട്ടർ ടാങ്കിലേക്ക് ന്യൂട്രിയൻസ് ആഡാക്കി മിക്സ് ആക്കും. എന്നിട്ട് ആ ന്യൂട്രിയൻസ് ഈ പൈപ്പ് ലൈൻ വഴി ഇതിലേക്ക് ഫുള്ള് ഡിസ്ട്രിബ്യൂട്ട് ആക്കും. എന്നിട്ട് റിമൈൻ ബാക്കിയുള്ള ന്യൂട്രിയൻസ് ആദ്യം വാട്ടർ ടാങ്കിലേക്ക് തന്നെ വരും. അപ്പോൾ വാട്ടർ സേവ് ആയില്ല. നമ്മൾ സാധാരണ കൃഷി ചെയ്യുമ്പോൾ വാട്ടർ വേസ്റ്റ് ആയി പോകുന്നതാണ്. പക്ഷേ ഈ മെത്തേഡ് ചെയ്യുമ്പോൾ വാട്ടർ സേവ് ആയി കിട്ടും. If there is no space to agricultural farming, we can do like this layer by layer.
Also, water give us drip irrigation. യെസ് ഫിനിഷ്. നമ്മളെ സ്കൂൾ പ്രിൻസിപ്പലായ ബഹുമാനപ്പെട്ട മഞ്ജു മാമും അതുപോലെ തന്നെ സെക്രട്ടറി ആയ ഷാഫി സാറും ഈ വേദിയിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഈ പരിപാടിയെ കുറിച്ചിട്ട് അവരോട് ചോദിക്കാം. വളരെ കുറച്ച് സമയം കൊണ്ട്, കുറച്ച് ദിവസങ്ങൾ കൊണ്ട് ഒരുക്കിയ ഒരു പരിപാടിയാണിത്. പിള്ളേരുടെ കോൺട്രിബ്യൂഷനും പാരൻസിൻ്റെ കോൺട്രിബ്യൂഷനും ടീച്ചേഴ്സിൻ്റെ കോൺട്രിബ്യൂഷനും ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും ഭംഗിയായിട്ട് തന്നെ നടക്കുന്നുണ്ട്. വളരെ സന്തോഷം, നന്നായിട്ട് തന്നെ പോകുന്നു. വളരെ സന്തോഷം തോന്നി. ഇപ്പം കയറി വന്നതേ ഉള്ളൂ. കയറിയപ്പോഴേക്കും ശാസ്ത്രവിസ്മയങ്ങളെ അത്ഭുതപ്പെടുന്ന തരത്തിൽ നമ്മുടെ കൊച്ചുകുട്ടികൾ അവതരിപ്പിച്ചിരിക്കുകയാണ്. 2 ക്ലാസ് കയറിയപ്പോഴേക്കും നല്ല അനുഭവമാണ് ഉണ്ടായിട്ടുള്ളത്. ഏതായാലും ദഖീറത്തിലെ കുട്ടികൾ അവർ വളരെ നല്ല രീതിയിൽ തന്നെ ഈ ലോകത്തെ കാണുന്നുണ്ട്, ലോകത്തെ സമീപിക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായി പഠിച്ച് അവരും സ്വയം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. എല്ലാവരും ലോകശാസ്ത്രജ്ഞന്മാരായിട്ടുള്ള തോമസ് എഡിസനും ആണെങ്കിൽ എല്ലാവരും ഇതുപോലുള്ള ക്ലാസ്സുകളിലൂടെ ആണ്, ആദ്യാനുഭവങ്ങളിലൂടെ കടന്നു വന്നാണ് അവർ ലോകപ്രശസ്തരായിട്ടുള്ള ശാസ്ത്രജ്ഞരായിട്ടുള്ളത് കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടുള്ളത്. നമ്മുടെ കുട്ടികൾക്കും ദഖീറത്തിലെ കുട്ടികൾക്കും അതിന് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് സ്റ്റെമ്മിൻ്റെ, നമ്മളെല്ലാവരും ഇത് സ്റ്റെമ്മിൻ്റെ വെജിറ്റബിളാണ്, ഈ പ്ലാന്റിൻ്റെ വെജിറ്റബിളാണ്. പക്ഷേ ഇത് പ്ലാന്റിൻ്റെ റൂട്ടാണ് സംഭവം, ഇത് വെജിറ്റബിൾ അല്ല. ഇതൊരു പ്ലാന്റിൻ്റെ സ്റ്റെമ്മാണ്. നമ്മളെല്ലാവരും കരുതുന്നത് ഇതൊരു വെജിറ്റബിൾ ആയിട്ടാണ്, പക്ഷേ ഇത് പ്ലാന്റിൻ്റെ ഒരു സ്റ്റെമ്മാണ്. പിന്നെ സാധാ ഒരു ഫ്രൂട്ട്, എല്ലാവർക്കും അറിയുന്നതാണ് ഇത് ഫ്രൂട്ടാണ്. പിന്നെ ഇത് പ്ലാന്റിൻ്റെ ലീഫാണ്, ക്യാബേജ് ലീഫാണ്. പിന്നെ ഇത് പ്ലാന്റിൻ്റെ ഒരു ഫ്ലവറാണ്. ഹെൽത്തി ഫുഡ് ആൻഡ് അൺഹെൽത്തി ഫുഡ്. ഇത് നമുക്ക് കഴിക്കാൻ പാടില്ലാത്ത ഫുഡ്, ഇത് നമുക്ക് കഴിക്കാൻ പാടുള്ള ഫുഡ്. ഇത് വൈറ്റമിൻസ് അടങ്ങിയത്, പിന്നെ മിനറൽസ് അടങ്ങിയത്, ഫാറ്റ്സ് അടങ്ങിയത്, പ്രോട്ടീൻസ് അടങ്ങിയത്, കാർബോഹൈഡ്രേറ്റ് അടങ്ങിയത്. ഇത് ഹ്യൂമൻ ബോഡി സിസ്റ്റം, ഫസ്റ്റ് മസിൽ സിസ്റ്റം, പിന്നെ നെർവസ് സിസ്റ്റം, പിന്നെ സർക്കുലേറ്ററി സിസ്റ്റം, പിന്നെ സ്കെലറ്റൻ സിസ്റ്റം, പിന്നെ ഓർഗൻ സിസ്റ്റം. ഇതാണ് മനുഷ്യൻ. ഇത്രയേ ഉള്ളൂ. One should not talk while having food. Eat small, smaller bites and chew well. Eat slow. This is because it can be dangerous when we talk while having food. We eat food through mouth and the food goes through the food pipe and to the stomachs. While we eating food, the epiglottis move. There's a slight chance the food can go to the lungs and it can lead to the death. This is the digestive system. We are eating through the mouth, then the food moves to esophagus, then it reaches to stomach, and the food reaches to small intestine. The digestion is completed in small intestine. Then the food are formed in large intestine and go out through the anus. ദഖീറത്ത് ഉഖ്ര സംഘ ട്രഷറർ ഹനീഫ് സാറാണ്. എന്തായാലും നമുക്ക് നമ്മുടെ പരിപാടിയെ കുറിച്ച് എന്താണ് അഭിപ്രായം എന്ന് നമുക്ക് ചോദിക്കാം. ആക്ച്വലി പ്രിൻസിപ്പൾ എന്നോട് പറഞ്ഞ ചെറിയ എക്സിബിഷനാണ്, പക്ഷേ ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടാകുമ്പോൾ അതുമല്ല വളരെ വലിയ നിലയിൽ കാണുന്നുണ്ട്. ഞാൻ ഫുള്ള് കണ്ടിട്ടില്ല, കണ്ട ശേഷം ഒന്നും കൂടി എനിക്ക് അഭിപ്രായം പറയാൻ പറ്റും. എന്നാലും വളരെ നന്നായിട്ടുണ്ട്. ചെറിയ കുട്ടികൾ ഇത് ചെയ്തതിൽ എനിക്ക് വളരെയധികം അഭിമാനമുണ്ട്. ഇനിയും ഇങ്ങനെയുള്ള പരിപാടികൾ സംഘടിപ്പിക്കാൻ സ്കൂളിന് കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സർ. This is double circulation. This is how blood moves through heart and lungs. This is a cell. This cell is seen in all the animals. It controls all the physiological functions of the body. Kidney helps in excretion, that is removing waste from our body. This is the working model of lungs. It also helps in breath. Smoking causes lung cancer. It also purifies the blood.
This is a model of village. Paddy field. This is the residential area. There are many types of house. Bungalow, normal house, etc. This house can be transported anywhere. This is a wheel house. Pond. ഇത് പോണ്ടിന്റെ ഒരു ചെറിയ വേർഷൻ ആണ്. വിൻഡ് മിൽ. വോൾക്കാനിക് ഇറപ്ഷൻ്റെ മോഡലാണ്. ഈ കുട്ടികൾ ചേർന്നിട്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. വളരെ ഹാർഡ് വർക്ക് കൊടുത്തിട്ട് വളരെ മനോഹരമായിട്ടാണ് അവർ ഇത് പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. അതിന് അവർക്ക് നല്ല ഒരു കയ്യടി തന്നെ നമ്മൾ കൊടുക്കണം. വാ. ഇപ്പോൾ നമ്മളുള്ളത് സോഷ്യൽ സയൻസ് ഗാലറിയിലാണ്. വളരെ മനോഹരമായിട്ട് അവർ വിവിധ തരത്തിലാണ് ഇത് പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ അന്തരീക്ഷത്തിൻ്റെ വിവിധ ഘട്ടങ്ങളാണിത്. പൊല്യൂഷൻസ്, പല തരത്തിലുള്ള പൊല്യൂഷൻസ് ആണിത്. സോയിൽ പൊല്യൂഷൻ, എയർ പൊല്യൂഷൻ, സൗണ്ട് പൊല്യൂഷൻ. ഇത് വിവിധ രാജ്യങ്ങളിലെ കോയിൻസ് ആണ്. അതുപോലെ തന്നെ നോട്ട്, കറൻസീസും ഉണ്ട്. സ്റ്റാമ്പുകൾ, കോയിൻസ്, നോട്ട്സ്. ഇത് പല വിധങ്ങളിലുള്ള ഗ്രെയിൻസ് ആണ്. നെല്ല്, പഴയ കാലത്ത് യുദ്ധത്തിനൊക്കെ ഉപയോഗിച്ചിരുന്ന കല്ലുകളാണത്. പഴയ കാലത്ത് പൂർവികന്മാരൊക്കെ ഉപയോഗിച്ചിരുന്ന ചെരുപ്പാണിത്. മെതിയടി എന്നാണ് അതിനെ പറയുന്നത്. ഇത് സ്റ്റേറ്റ്സും ക്യാപിറ്റലും. ഇത് കർണാടകയിൽ വെച്ചിട്ട് ബാംഗ്ലൂർ എത്തുമ്പോൾ കത്തും. ഇതിപ്പോൾ ബാംഗ്ലൂരിൽ കർണാടക വെച്ചിട്ട് ഇപ്പോൾ ഭോപ്പാൽ വെച്ചാൽ കത്തല്ല, ബാംഗ്ലൂർ വെച്ചാൽ മാത്രം കത്തും. ഇപ്പോൾ മധ്യപ്രദേശ് ഭോപ്പാൽ, രാജസ്ഥാൻ ജയ്പൂർ, ജമ്മു കാശ്മീർ ശ്രീനഗർ, ഗോവ പനാജി. ഇത് ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ഗാലറി ആണ്. ഇത് ഇവിടുത്തെ ചീഫ് ടീച്ചറാണ്. മാമിൻ്റെ കോർഡിനേഷനിലാണ് ഇവിടെയുള്ള എല്ലാ വർക്ക്സും റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. എന്തായാലും മാമിനോട് നമുക്ക് രണ്ട് വാക്ക് ചോദിക്കാം. എന്താണ് മാം പറയാനുള്ളത്? ഇതൊക്കെ കുട്ടികൾക്ക് ചെറുതായിട്ടൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇത്ര വലിയതല്ല പഠിക്കാൻ ഇനിയും കുറച്ചുകൂടി സമയമുണ്ട്. അപ്പോൾ ഇത് ആക്ച്വലി ഈ എല്ലാത്തിനും പീസ് ഫോൾഡിങ് ഒരേ ഇതാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓരോരോ ക്രിയേഷൻ നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണ്. ഒറിഗാമി 3D ആണ്. 3D മീൻസ് ഒറിജിനൽ ലുക്കാണ് ഇതിന് കിട്ടുക. ഇതിന് സമയം കുറേ എടുക്കും, എന്നാലും ലോങ് ലാസ്റ്റ് ഉണ്ടാവും. ഓക്കെ, ഇതെല്ലാം സെയിം കാറ്റഗറിയാണ്.
ഇത് ന്യൂസ് പേപ്പർ കൊണ്ടുണ്ടാക്കിയതാണ്. ന്യൂസ് പേപ്പർ. ഓക്കെ, ഇതും ന്യൂസ് പേപ്പർ കൊണ്ടുണ്ടാക്കിയതാണ്. ഈ ബേർഡ് പോലും ന്യൂസ് പേപ്പർ പൾപ്പ് കൊണ്ടുണ്ടാക്കിയതാണ്. സെയിം ദിസ് ഇസ് ഒറിഗാമി 3D ക്രാഫ്റ്റ്. സെയിം ഇതൊക്കെ ന്യൂസ് പേപ്പർ കൊണ്ട് ഈ പീകോക്കൊക്കെ ഉണ്ടാക്കി. മാം എന്താണിത്? വളരെ മനോഹരമായിട്ട് മാം നിർമ്മിച്ചിട്ടുണ്ട്. എന്താണിത് സംഭവം? എന്താണ്? ഒന്നുമില്ല, എൻ്റെ ഒരു ഭാവനയിൽ ഞാൻ ഒരു വിളക്കുണ്ടാക്കാൻ എൻ്റെ ഭാവനയിൽ ഒരു പേപ്പർ കൊണ്ടാണ്, ന്യൂസ് പേപ്പർ കൊണ്ടാണ് ഉണ്ടാക്കിയത്. മാം എന്താണ് ഇതിൻ്റെ സ്പെഷ്യാലിറ്റി? വളരെ മനോഹരമായിട്ട് ഉണ്ട്. എന്താണ് ഇതിൻ്റെ സ്പെഷ്യാലിറ്റി? ഒന്നുമില്ല, ഒരു നിലക്കടല കൊണ്ട് അതിൻ്റെ കോടോടുള്ള കടല കൊണ്ട് ഒരു ബേർഡിൻ്റെ ഒരു ഷേപ്പ് കൊടുത്തതേ ഉള്ളൂ. താഴെ ഉള്ളത് പിസ്തയുടെ ഷെല്ല് കൊണ്ട് അതവിടെ ഒട്ടിച്ചു. ന്യൂസ് പേപ്പർ കൊണ്ടുണ്ടാക്കിയ ഫ്രെയിമാണ് ഇത്. വാൾ ഡെക്കറാണ് ഇത്. ന്യൂസ് പേപ്പർ കൊണ്ടുണ്ടാക്കിയ ബാഗാണ്. അതുപോലെ ഇതിനിപ്പോൾ പോളിത്തീൻ ബാഗെല്ലാം ഒഴിവാക്കിയിട്ട് ഇത് ആക്ച്വലി മെറ്റീരിയൽ പ്ലാസ്റ്റിക് ആണെങ്കിലും ഇത് വാഷബിൾ, നമുക്ക് കുറേ കാലത്തേക്ക് യൂസ് ചെയ്യാം. കുറേ 30 years മുമ്പ് ഇത് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. അതൊന്ന് വീണ്ടും ഞാൻ പരിചയപ്പെടുത്തുന്നുണ്ട്. ഇത് ന്യൂസ് പേപ്പർ കൊണ്ടുണ്ടാക്കിയൊരു ബാസ്ക്കറ്റാണ്. ഓക്കെ, ദാറ്റ്സ് ഓൾ. ദിസ് ഇസ് ചിൽഡ്രൻ ഡേ. ഇത് കിഡ്സ് സെക്ഷനാണ്. കുട്ടികൾക്ക് ഒരുപാട് വേണ്ടപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. ഡോൾസും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ദക്കിറാജ് സ്കൂൾ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുള്ളൊരു സെക്ഷനാണിത്. നമ്മുടെ പ്രിയപ്പെട്ട കുട്ടികൾക്ക് വേണ്ടി നമ്മൾ ഒരുക്കിയ കിഡ്സ് സെക്ഷനാണ് ഈ കാണുന്നത്. എല്ലാം മനോഹരമായിട്ടുണ്ട്. ഓക്കെ മാം, താങ്ക് യു. ഒരുപാട് രസിപ്പിക്കുന്ന ഒരു കാര്യമാണിത്. പീക്കാച്ചു എന്ന് പറയുന്ന ഒരു കാർട്ടൂൺ ക്യാരക്ടറിൻ്റെ ഒരു മോഡലാണിത്. കുട്ടികൾക്ക് ഒരുപാട് വേണ്ടപ്പെട്ട ഒരുപാട് സമയം നീ ഇങ്ങനെ ആർട്ട് ഗാലറിയിൽ ചുറ്റിത്തിരുന്ന്. എന്താണ് നിന്റെ അഭിപ്രായം? നല്ല അഭിപ്രായം. അഫ്രാൻ, നീ ഒരുപാട് സമയമായിട്ട് ഇതെല്ലാം കാണുന്നുണ്ട്. എന്താണ് നിനക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇതെല്ലാം കണ്ടിട്ട്. നന്നായിട്ടുണ്ട്, പറയാൻ വാക്കുകളില്ല. എല്ലാം നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. കുറേ എനിക്ക് പഠിക്കാനും എന്തെല്ലാം കഴിഞ്ഞു. കുട്ടികളും ടീച്ചർമാരും എല്ലാവരും ഹാർഡ് വർക്ക് ചെയ്തു. കൊറോണ കാലം കഴിഞ്ഞിട്ട് കുറേ കാലം കഴിഞ്ഞിട്ടാണ് ഇങ്ങനത്തെ എല്ലാം എക്സിബിഷൻ നമ്മൾ സ്കൂളിൽ വരുന്നത്. സത്യം പറഞ്ഞാൽ ഓരോ കുട്ടികളെ കഴിവാണ് ഇവിടെ വന്നപ്പോൾ കാണാൻ പറ്റുന്നത്. ഓരോ റൂമിലും ഓരോ ഇതാണുള്ളത്. അതുകൊണ്ട് സത്യം പറഞ്ഞാൽ കാണുമ്പോൾ സന്തോഷമാണ് എനിക്കുള്ളത്. താങ്ക് യു സിദ്ധു. കുട്ടികളെ അവരുടെ വീടുകളിലുള്ളതും അടുത്ത വീടുകളിലും ബന്ധുവീടുകളിലുള്ള സാധനങ്ങൾ ശേഖരിച്ചു കൊണ്ടുവന്ന് നമ്മളെ എക്സിബിഷൻ വളരെ വളരെ ഭംഗിയായി നടത്താൻ സഹകരിച്ചു. ഇപ്പോൾ നമ്മളുള്ളത് ദക്കിറാജ് സ്കൂളിൽ നമുക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുള്ള ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിലാണ്. ഏറ്റവും കൂടുതൽ രോഗം പടർത്തുന്ന ഒരു ജീവിയാണിത്. കൊതുക്, മൊസ്കിറ്റോ.
ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ തുടങ്ങിയ രോഗങ്ങൾ പരത്തുന്ന ഈഡിസ് മോസ്കിറ്റോയാണ് ഇതിന് കാണിച്ചിരിക്കുന്നത്. ഇതിന് നമ്മൾ ടൈഗർ മോസ്കിറ്റോ എന്നും കൂടി പറയാറുണ്ട്. പകൽ സമയത്ത് കടിക്കുന്ന ഒരു കൊതുകാണിത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ വളരെ ചെറിയ ചെറിയ കണ്ടെയ്നറുകളിലാണ് ഇത് മുട്ടയിട്ട് വളരുന്നത്. നമ്മുടെ വീടിന് ചുറ്റുപാട് നമ്മൾ അലക്ഷ്യമായി വലിച്ചെറിയുന്ന ചിരട്ട, തൊണ്ട്, പ്ലാസ്റ്റിക് പാത്രങ്ങൾ, കുപ്പികൾ, ടയർ, അതുപോലെ വീടിനകത്ത് ഫ്രിഡ്ജിൻ്റെ ബാക്ക് സൈഡിലുള്ള ട്രേ, മണി പ്ലാന്റ് തുടങ്ങിയ ചെറിയ ചെറിയ കണ്ടെയ്നറുകൾ ശുദ്ധജലത്തിൽ മുട്ടയിട്ട് വളരുന്ന ഒരു കൊതുകാണിത്. ഈ കൊതുകിനെ നമ്മൾ ഇല്ലാതാക്കണമെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് കൊതുക് വളരുന്ന ഉറവിടങ്ങൾ ഇല്ലാതാക്കുകയാണ്. ഈ ഉറവിടങ്ങൾ ഇല്ലാതാക്കിയാൽ മാത്രമേ കൊതുകിനെ നമുക്ക് പൂർണ്ണമായിട്ട് നശിപ്പിക്കാൻ പറ്റുള്ളൂ. കൊതുകിൻ്റെ കൂത്താടിയൊക്കെ അവിടെ കാണിച്ചിട്ടുണ്ട്. വീടിൻ്റെ മോഡലാണ് കാണിച്ചിരിക്കുന്നത്. ഈ മോഡൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ വീട്ടിൽ എവിടെയൊക്കെ കൊതുക് മുട്ടയിട്ട് വളരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടെ ടെറസിൽ വെള്ളം കെട്ടിക്കിടക്കുകയാണെങ്കിൽ അതിൽ കൂത്താടി വളരും. അതുപോലെ ഇവിടെ കിണർ കാണിച്ചിട്ടുണ്ട്. കിണറിൽ വെള്ളം കെട്ടിക്കിടക്കുമ്പോൾ അതിൽ മുട്ടയിട്ട് വളരും. ചെടിച്ചട്ടികൾ, ചിരട്ട, അങ്ങനെയുള്ള നമ്മൾ അലക്ഷ്യമായി വലിച്ചെറിയുന്ന വസ്തുക്കളിൽ മുട്ടയിട്ട് വളരും. ഇങ്ങനെ വെക്കാൻ പാടില്ല. ഇതുപോലെ കമിഴ്ത്തി വെക്കണം എന്നാണ് നമ്മൾ പറയുന്നത്. ഈ വെള്ളം ഇല്ലാതാക്കിയാൽ മാത്രമേ ഈ കൂത്താടി ഇല്ലാതാവുള്ളൂ. കൂത്താടി ഇല്ലാതായാൽ മാത്രമേ നമുക്ക് കൊതുക് ഇല്ലാതാവുകയുള്ളൂ. ആദ്യ രൂപം എഗ്ഗാണ്. എഗ്ഗ് നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല. എഗ്ഗിൻ്റെ നെക്സ്റ്റ് സ്റ്റേജാണ് ലാർവ എന്ന് പറയുന്നത്. അതാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. ഇത് നമുക്ക് എല്ലാവർക്കും കാണാൻ പറ്റും. അതിപ്പോൾ ഒരു കൊതുക് എഗ്ഗായി, പിന്നെ ലാർവയായി, പ്യൂപ്പയായി, വീണ്ടും മോസ്കിറ്റോ ആകാൻ വേണ്ടി 7 to 10 ഡേയ്സാണ് എടുക്കുന്നത്. അതിനിടയിൽ നമ്മൾ ഈ വെള്ളം കളഞ്ഞു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അത്രയും മോസ്കിറ്റോനെ ഇല്ലാതാക്കാൻ പറ്റും. ഇത് നെക്സ്റ്റ് കാണിച്ചിരിക്കുന്നത് ക്യൂലെക്സ് കൊതുകിൻ്റെ നമുക്ക് മന്തുരോഗം, തളങ്കരയിൽ ഏറ്റവും കൂടുതൽ ഭീഷണിയായിരിക്കുന്നത് മന്തുരോഗമാണ്. അങ്ങനെ മന്തുരോഗം പരത്തുന്ന കൊതുകിൻ്റെ കൂത്താടിയാണ് ക്യൂലെക്സ് കൊതുകിൻ്റെ കൂത്താടിയാണ്. ഇത് അശുദ്ധ ജലത്തിലാണ് വളരുന്നത്. നമ്മൾ അടുക്കളയിൽ നിന്ന് പോകുന്ന വെള്ളം തെങ്ങിൻ തടത്തിലൊക്കെ കെട്ടിക്കിടക്കുമ്പോൾ, അതുപോലെ കക്കൂസ് ടാങ്കുകളിൽ, ഓടകളിലൊക്കെ വളരെ കൂടുതലായിട്ട് കണ്ടുവരുന്ന ഒരു മോസ്കിറ്റോയുടെ ലാർവയാണിത്. ഇതിനെ നമുക്ക് ഇല്ലാതാക്കണമെങ്കിൽ അത് വളരുന്ന ഉറവിടം ഇല്ലാതാക്കുകയാണ് ചെയ്യേണ്ടത്. ലാർവയുടെ നെക്സ്റ്റ് സ്റ്റേജായ പ്യൂപ്പയാണിത്. പ്യൂപ്പ ഫുഡ് കഴിക്കില്ല, അതായത് എയർ എടുക്കുക മാത്രമേ ഉള്ളൂ. പ്യൂപ്പ ആയിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ തന്നെ അത് മോസ്കിറ്റോയായി മാറും. ഈ കിണറുകളിലൊക്കെ വളരുന്ന കൊതുകിനെ കൂത്താടിയെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഗപ്പി മത്സ്യം ഉപയോഗിക്കുന്നു. ഗപ്പി മത്സ്യം നമുക്ക് കിണറുകളിൽ ഉപയോഗിക്കാം. പിന്നെ അതുപോലെ ചില വീടുകളിൽ അലങ്കാര ചെടികൾ വളർത്താറുണ്ട്. അതിലൊക്കെ നമുക്ക് ഗപ്പി മത്സ്യം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലാർവ ഇല്ലാതാകുന്ന നശിപ്പിക്കാം. മന്തുരോഗം എന്ന് പറയുന്ന രോഗമുണ്ടല്ലോ, മന്തുരോഗം ഉണ്ടാക്കുന്ന ഫൈലേറിയ ഉണ്ടാക്കുന്ന വിരയാണത്. ഇത് വെച്ചിരിക്കുന്ന ഒരു ബ്ലഡ് സാമ്പിളാണ് വെച്ചിരിക്കുന്നത്. അതായത് ഒരാളുടെ രക്തം പരിശോധിച്ചപ്പോൾ ഉള്ള ആ സാമ്പിളാണ് വെച്ചിരിക്കുന്നത്. അയാളുടെ രക്തത്തിൽ കാണുന്ന മൈക്രോഫൈലേറിയാണിത്. ഈ മൈക്രോഫൈലേറിയ ഒരാളുടെ ശരീരത്തിലുണ്ടെങ്കിൽ അതിനർത്ഥം അയാൾ ഭാവിയിൽ മന്തുരോഗിയാകാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നാണ്. പക്ഷേ ഇത് നേരത്തെ കണ്ടെത്തി അയാൾക്ക് മരുന്ന് കൊടുക്കുകയാണെങ്കിൽ മന്തുരോഗിയാകാതെ നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റും. അതെ, മലമ്പനി ഇല്ലാതാക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യുന്നത്? ടാങ്കിന് വല കെട്ടുക, കിണറിൽ ഗപ്പി മത്സ്യം നിക്ഷേപിക്കുക. എക്സിബിഷൻ തളങ്കര ദക്കിരത്ത് സ്കൂളിനെ സംബന്ധിച്ച് ഇത് ഒരു തൊപ്പിയിലെ ഒരു പൊൻതൂവൽ കൂടിയാണ്. ഏകദേശം ഒരു 5-6 വർഷം മുമ്പാണ് ഇതുപോലൊരു എക്സിബിഷൻ നടത്തിയിരിക്കുന്നത്. ആ എക്സിബിഷനേക്കാൾ ഏറ്റവും നല്ല മനോഹരമായ, വളരെ വിജ്ഞാനപ്രദമായ ഒരു എക്സിബിഷനാണിത്. ഇത് മുഴുവൻ കവർ ചെയ്ത താങ്കൾക്ക് ഈ സ്കൂളിൻ്റെ പേരിൽ മുൻ പ്രിൻസിപ്പൽ എന്ന നിലയിൽ ഞാൻ നിങ്ങളോട് നന്ദി പറയാണ്. ഇപ്പോൾ നമ്മളുള്ളത് മാക്സ് ഗാലറിയിലാണ്. അവിടുത്തെ കാഴ്ചകളാണ്.
എക്സിബിഷൻ കാഴ്ചകളാണ്. ഏകദേശം 6 വർഷങ്ങൾക്ക് മുൻപാണ് ഇവിടെ എക്സിബിഷൻ കഴിഞ്ഞത്. അതിനുശേഷം കൊറോണയ്ക്ക് ശേഷമൊക്കെ ആദ്യമായിട്ടാണ് പിന്നെ എക്സിബിഷൻ ഇവിടെ നടക്കുന്നത്. എന്തായാലും വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് ദക്കീറത്ത് സ്കൂൾ നമുക്കും പേരൻസിനും അതുപോലെ തന്നെ ഫാമിലിക്കൊക്കെ വേണ്ടിയിട്ട് ഒരുക്കിയിരിക്കുന്നത്. നിങ്ങൾക്കും ഈ കാഴ്ചകളൊക്കെ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ദിസ് ഇസ് മീ വഫ സൈനിങ് ഓഫ്. ബൈ ബൈ.